നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ ജോലി സംബന്ധമായോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നവർ ചുരുക്കമായിരിക്കും. എന്നാൽ വാടക വീട് എടുക്കുന്നത് പഴയതുപോലെ അത്ര നിസ്സാരമല്ല. പലപ്പോഴും കുറച്ചധികം കഷ്ടപ്പെട്ടായിരിക്കും ഒരു വീട് ശരിയാകുന്നത്. അതുകൊണ്ട് തന്നെ വീട് ശരിയായാൽ ഉടനെ അവിടേക്ക് താമസം മാറാൻ നമ്മൾ തിരക്ക് കൂട്ടാറുമുണ്ട്. എന്നാൽ ആ തിരക്കിനിടയിൽ പലരും മറന്നുപോകുന്ന ഒന്നാണ് വാടക നിയമങ്ങൾ. നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഉടമസ്ഥനുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലും സാമ്പത്തിക നഷ്ടത്തിലും നമ്മൾ ചെന്ന് ചാടാം. ഒരു വാടക വീട്ടിലേക്ക് മാറുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്ന്, വാടക കരാറാണ്. വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. 11 മാസത്തേക്കാണ് സാധാരണയായി കരാർ ഉണ്ടാക്കാറുള്ളത്. കരാറിൽ വാടക തുക, അഡ്വാൻസ്ഡ് തുക, വാടക പുതുക്കുന്ന കാലാവധി എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നത് ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വീട്ടിലെ പെയിന്റിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ പണികൾ എന്നിവയുടെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് കരാറിൽ വ്യക്തമാക്കണം. സാധാരണയായി വലിയ അറ്റകുറ്റപ്പണികൾ ഉടമസ്ഥനും ദൈനംദിന ചെറിയ കാര്യങ്ങൾ വാടകക്കാരനുമാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ മുൻകൂട്ടി ഉണ്ടാകുന്നത് നല്ലതാണ്. അടുത്തത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. വീട് ഒഴിയുമ്പോൾ ഈ തുക തിരികെ ലഭിക്കുന്നതാണ്. എന്നാൽ പെയിന്റിങ്ങിന്റെയോ കേടുപാടുകളുടെയോ പേരിൽ ഉടമസ്ഥൻ വലിയൊരു തുക പിടിച്ചുവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടെടുക്കുന്ന സമയത്തുള്ള അവസ്ഥ കൃത്യമായി മനസ്സിലാക്കുകയും ഫോട്ടോകൾ എടുത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇത് വീടൊഴിയുമ്പോൾ ഉള്ള വഴക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. വാടക വർധനവിനെ കുറിച്ചും ഒരു അറിവ് നേടിയിരിക്കണം. 1 വർഷം കഴിയുമ്പോൾ എത്ര ശതമാനം വാടക വർദ്ധിപ്പിക്കും എന്നത് കരാറിൽ സൂചിപ്പിക്കണം. നിയമപരമായി ഉടമസ്ഥന് തോന്നുമ്പോഴെല്ലാം വാടക കൂട്ടാൻ അധികാരമില്ല. അടുത്തത് നോട്ടീസ് പീരീഡ് ആണ്. നിങ്ങൾക്ക് വീട് ഒഴിയണമെന്നുണ്ടെങ്കിലോ ഉടമസ്ഥൻ വീട് ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിലോ എത്ര മാസം മുമ്പ് അറിയിക്കണം എന്നത് പ്രധാനമാണ്. സാധാരണയായി ഇത് 1 മുതൽ 3 മാസം വരെയാണ്. ഇത് ഭാവിയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അടുത്തത് ID പ്രൂഫും വെരിഫിക്കേഷനുമാണ്. ഇത് നിർബന്ധമാണ്. ഉടമസ്ഥന്റെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാൻ വാടകക്കാരന് അവകാശമുണ്ട്. അതുപോലെ തന്നെ വാടകക്കാരന്റെ വിവരങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് സുരക്ഷിതത്വത്തിന് നല്ലതാണ്. വാടകയ്ക്ക് താമസിക്കുക എന്നത് കേവലം പണം നൽകി താമസിക്കുകയല്ല, അതൊരു നിയമപരമായ കരാർ കൂടിയാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉടമസ്ഥരുമായുള്ള നല്ല ബന്ധം നിലനിർത്താനും അനാവശ്യ മാനസിക വിഷമങ്ങൾ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.